കിലിയൻ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു വരവോട് കൂടി എല്ലാ ആൾക്കാരും ഭയങ്കര സന്തോഷത്തിലാണ്, റയൽ മാഡ്രിഡ് ഫാൻസ് എല്ലാവരും. കാരണം അത്രയ്ക്കൊരു സ്റ്റാർ സ്റ്റഡഡ് ആയിട്ട് ടീം മാറിക്കഴിഞ്ഞു പുള്ളി വരുന്നതോടുകൂടി. വിനീഷ്യസ്, എംബാപ്പെ, റോഡ്രിഗോ, എൻറിക്, ബെല്ലിംഗ്ഹാം, വാൽവർഡെ, ഷൗമിനി, കമവിംഗ, സൂപ്പർ ടീമാണ് അവർ. അപ്പോൾ സെറ്റ് ടീമായി കഴിഞ്ഞു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിലിയൻ എംബാപ്പയുടെ വരവ് ചിലപ്പോൾ ടീമിനെ അതിശക്തമാക്കിയേക്കാം. അതേപോലെ തന്നെ ഒരു റയൽ മാഡ്രിഡ് എന്ന ടീമിൻ്റെ ഇപ്പോഴുള്ള ഒരു ടീം ഗെയിമുണ്ട്, അത് ചിലപ്പോൾ എംബാപ്പെ വരുന്നതോടുകൂടി അതിനെ ബാധിച്ചേക്കാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം എംബാപ്പെ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഒരു ഫോർവേഡ് താരമാണ്. അദ്ദേഹത്തിൻ്റെ പൊസിഷനുകളിൽ കളിക്കുന്ന റോഡ്രിഗോ, നമ്മുടെ വിനീഷ്യസ് ജൂനിയർ ഒക്കെ ടീമിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കിലിയൻ എംബാപ്പെ ടീമിലേക്ക് വരുമ്പോൾ ടീം എങ്ങനെ ഒരു ഒത്തിണക്കത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ എങ്ങനെ വർക്കൗട്ടാകും എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട്. സോ എംബാപ്പെ വരുന്നത് കൊണ്ട് ടീം ഭയങ്കര ടീമായി പോകുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാറായിട്ടില്ല. ഹൗ ദേ വിൽ അക്കോമഡേറ്റ് എംബാപ്പെ, എങ്ങനെയാണ് അവർ റയൽ മാഡ്രിഡ് എംബാപ്പയെ യൂസ് ചെയ്യാൻ പോകുക, അതൊരു വലിയതല്ലെങ്കിൽ പോലും നല്ല രീതിയിലൊരു വെല്ലുവിളിയാണ് റയൽ മാഡ്രിഡിന്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് അതിന് പ്രത്യേക ഒരു കഴിവുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഗലാക്റ്റിക്കോസ് ഒത്തിരി സ്റ്റാർ പ്ലെയേഴ്സ് ഒരേ സമയം ടീമിൽ കളിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് അതിനൊരു വഴി കണ്ടെത്താൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ദാറ്റ്സ് എ ചലഞ്ച്, അതൊരു ചലഞ്ച് തന്നെയാണ്. നമുക്കത് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് എന്താണ് റയൽ മാഡ്രിഡ് എംബാപ്പെ വരുമ്പോൾ അവർ മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു പ്ലാൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ ഒരു ഫോർമേഷൻസ് എല്ലാം കണ്ട് തന്നെ അറിയേണ്ടതുണ്ട്. സോ വെയിറ്റിംഗ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? എംബാപ്പയുടെ ഒരു കടന്നുവരവ് റയൽ മാഡ്രിഡിനെ കൂടുതൽ ശക്തമാക്കുമോ, അതോ ടീമിൻ്റെ ഒരു ബാലൻസ് തകർത്ത് നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു രീതിയിലേക്ക് ടീം കൂപ്പുകുത്തുമോ? എന്താണ് നിങ്ങളുടെ ഒരു ചിന്താഗതി? എല്ലാവരും കമൻറ്റ് ചെയ്യുക.